നമസ്കാരം. കേരള കത്തോലിക്ക സഭയുടെ അഭിമാനഭാജനമായ ഫ്രാൻസിസ്കൻ ക്ലാര സഭ വാർഡിൽ വിരിഞ്ഞ സുഹൃത സൂര്യമായ വിശുദ്ധ അൽഫോൻസാമയുടെ സുഹൃത ജീവിതത്തിന്റെ സവിശേഷതാപമാണ് ക്രൂശിതനായ ഈശോയോടുള്ള പ്രത്യേക സ്നേഹം. ആ സ്നേഹം ക്രൂശിതനെ പ്രതി സഹനങ്ങളും വേദനകളും ഏറ്റുവാങ്ങാൻ അവളെ പ്രാപ്തിയാക്കി. കുടമാളൂർ മുറ്റത്ത് പാടത്ത വീട്ടിലെ സുന്ദരിയും സുശീലയുമായ അന്നക്കുട്ടി എന്ന പെൺകുട്ടി ചെറുപ്പം മുതലേ ഒരു കന്യാസ്ത്രീയാവാൻ ഈശോയുടെ സ്വന്തമാകുവാൻ തീവ്രമായി ആഗ്രഹിച്ചു. യൗവനത്തിന്റെ ഉമ്മറപ്പടിയിലെത്തിയപ്പോൾ തന്നെ അവളെ തേടി വിവാഹ ആലോചനകൾ വന്നു തുടങ്ങി. പേരമ്മയുടെ നിർബന്ധത്തെ ചെറുത്തു നിൽക്കാനാവാതെ അഗ്നിപരീക്ഷയിലൂടെ അവൾ തന്റെ ആഗ്രഹം നേടിയെടുത്തു. ദരിദ്രനും വിനീതനും ക്രൂശിതരുമായി മനുഷ്യമക്കളോടുള്ള അതുല്യ സ്നേഹം പ്രകടമാക്കിയ യേശുവിന് സ്വയാർപ്പണം ചെയ്യാൻ അവൾ സന്നദ്ധയായി. ലോകം നൽകുന്ന സമ്പത്തും സുഖവും ആഡംബരങ്ങളുമെല്ലാം നൈർവിഷികമെന്ന് അവൾ മനസ്സിലാക്കി. അനശ്വരമായ സ്നേഹത്തെയും അനന്തമായ സൗഭാഗ്യത്തെയും മുന്നിൽ കണ്ടുകൊണ്ട് ക്രൂശിതന്റെ പാത പുണരാൻ തന്നെ അവൾ തീരുമാനമെടുത്തു. സന്യാസ ജീവിത കാലത്ത് തന്നെ പ്രയാസങ്ങളും പ്രതിസന്ധികളും അവളെ വട്ടമിട്ടു. പലവിധ രോഗങ്ങൾ, അസ്വസ്ഥതകൾ, സഹനങ്ങൾ എല്ലാം അവളെ തുടരെ ആക്രമിച്ചെങ്കിലും ക്രൂശിതനായ ഈശോയുള്ള സ്നേഹത്തെ പ്രതി എന്തും സഹിക്കാനും ഏതും ത്യജിക്കാനും അവൾ സന്നദ്ധയായി. സഹനം ഈശോയുടെ സ്നേഹത്തിന്റെ പ്രകാശനമായി അവൾ മനസ്സിലാക്കി. താൻ സ്നേഹിക്കുന്നവർക്കും തന്നെ സ്നേഹിക്കുന്നവർക്കുമാണ് ഈശോ കൂടുതൽ സഹനങ്ങൾ നൽകുക എന്നവൾ തിരിച്ചറിഞ്ഞു. സഹനത്തെ അവൾ സ്നേഹിച്ചു. അതോടെ സഹനം മാധുര്യമുള്ള ഒരു അനുഭവമായി മാറി. ക്രൂശിതന്റെ മണവാട്ടിയായി, സഹനദാസിയായി, സഹനത്തിന്റെ അത്തുല്യ മഹിമ ലോകത്തിന് ദൃശ്യമാക്കി കൊടുക്കുന്നവളായി അൽഫോൻസ വിരാജിക്കുന്നു. താൻ ഒന്നുമല്ലെന്നും തനിക്കൊന്നിനും കഴിവില്ലെന്നും വിശ്വസിച്ച എളിയദാസി തന്റെ നാഥനെ അള്ളിപ്പിടിച്ച് അങ്ങിൽ പ്രത്യാശ വെച്ച് സഹനത്തിന്റെ പടവുകൾ ചവിട്ടിക്കയറി മഹത്വത്തിലേക്ക് എത്തി. സഹനം ദൈവത്തിന്റെ കോപവും ശാപവുമായി കരുതാതെ ദൈവം തരുന്ന സഹനങ്ങൾ ദൈവത്തോടു കൂടി സഹിച്ചാൽ അത് അത്യുത്കൃഷ്ടമാകുമെന്നുള്ള ചിന്ത നാം ഏവർക്കും ഉണ്ടാകണം. അതിനുള്ള കൃപ സ്വർഗത്തിൽ നിന്നും നമ്മുടെ സ്വർഗീയ മധ്യസ്ഥ നമുക്ക് നേടിത്തരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് ക്രൈസ്റ്റ്.